ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഉടുപ്പി സ്റ്റൈൽ സാമ്പാറാണ്. ഇത് ഉടുപ്പിയിലുള്ള അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളാണ്, എന്നാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും കേരള ലഞ്ച് മെനൂസ് ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഒരു പാനിൽ മീഡിയം ഹൈ ഹീറ്റിൽ ഞാൻ ഒരു മാംഗ്ലൂർ കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. തൊലിക്ക് കട്ടി കുറവാണെങ്കിൽ തൊലി റിമൂവ് ചെയ്യാണ്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. കടലപ്പരിപ്പ് ചോക്കുന്നവരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് ചോക്കെ വറുക്കുക. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ജീരകമാണ്. ജീരകവും ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് ചോപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിയും കൂടി ചേർത്തിട്ട് അതും ചോപ്പിച്ചെടുക്കുക. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് ആഡ് ചെയ്യാം. അപ്പോൾ 2 ടൈപ്പ് മുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ ചുവന്ന മുളകും പിന്നെ കുറച്ച് കശ്മീരി മുളകുമാണ്. കശ്മീരി മുളക് ഇല്ലെങ്കിൽ വ്യാദികി ചില്ലി എന്ന് പറഞ്ഞിട്ട് കർണാടകയിൽ കിട്ടുന്ന മുളകായാലും മതി. അത് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഈ തണുത്ത മസാല നമ്മളൊരു മിക്സിയിലേക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം പുളിയും ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വെന്ത വെള്ളരിക്കേനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളവും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തുവരപ്പരിപ്പ് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുത്തത് ആഡ് ചെയ്യുക. നന്നായി സ്മൂത്തായിട്ട് അരച്ചെടുത്ത് മസാല ആഡ് ചെയ്യുക. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കണം. അത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് കുറച്ച് ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നില്ലെങ്കിൽ പൊടിച്ച് ചേർക്കുക, അല്ലെങ്കിൽ ഞാൻ ചേർക്കുന്ന പോലെ ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുക. അപ്പോൾ നല്ലൊരു തിള വരുമ്പോൾ ഇതിലേക്ക് കടുക്, മുളക്, കായപ്പൊടി, പിന്നെ കരിവേപ്പില, ചുവന്ന മുളക് ഇത്രയും വറുത്ത് ചേർക്കുക. വേണമെങ്കിൽ ഉഴുന്നും പരിപ്പും കൂടെ വറുത്തിടാം. അങ്ങനെ നമ്മുടെ ഉടുപ്പി സാമ്പാർ റെഡിയായി. അപ്പോൾ ഈ സാമ്പാറിന് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.